സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം ആളുകൾ പുരുഷന്മാരിൽ നിന്ന് നേരിടുന്ന ദുരനുഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഷെയർ ചെയ്യാറുമുണ്ട്. അത്തരത്തിലൊരു ദുരനുഭവമാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു യുവതി പങ്കുവച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് പോകും വഴി നടു റോഡിൽ വെച്ച് ഒരു സംഘം പുരുഷന്മാർ പരിഹസിക്കുകയും പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നതൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു സ്ത്രീയെ കാണുമ്പോൾ ഇന്ത്യൻ പുരുഷന്മാരുടെ പെരുമാറ്റം അത് അതിശയിപ്പിക്കുന്നു എന്നൊരു കുറിപ്പോടെയാണ് യുവതി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. നമുക്കതൊന്ന് കണ്ടുവരാം. सबसे अजीब जात is Indian men. When they see a girl alone, भगवान के दर्शन करते जाते हुए भी they are catcalling. This is ആതിര പുതുവയിലിൽ ചേരുന്നുണ്ട് തത്സമയം. ആതിര, ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഏതെങ്കിലും സ്ഥലത്തിരിക്കുമ്പോൾ ഇതുപോലെയുള്ള തുറച്ചു നോട്ടങ്ങളോ അല്ലെങ്കിൽ മോശം പെരുമാറ്റമോ ഒക്കെ നേരിടാത്തതായിട്ടുള്ള ഒരു സ്ത്രീ പോലും ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു തുറച്ചു നോട്ടമെങ്കിലും എപ്പോഴെങ്കിലും ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഈ യുവതി ഇങ്ങനെ തരത്തിലൊരു അനുഭവം പങ്കുവെക്കുമ്പോൾ അവർ പറയുന്നത് ഇന്ത്യൻ പുരുഷന്മാരിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? എല്ലാവരും അത്തരക്കാരല്ല, ചിലരെങ്കിലും പക്ഷെ ചീത്തപ്പേരുണ്ടാക്കാൻ ഇങ്ങനെയുള്ളവരുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? ഇത് എന്നുള്ള ദൃശ്യങ്ങളാണ്? ഹിമ, നോർത്ത് ഈസ്റ്റുകാരിയായ ചിരോ എന്ന യുവതി നേരിട്ട ഒരു ദുരനുഭവമാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പോസ്റ്റ് ചിരോ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുമ്പം അതിലൊരു കുറിപ്പുണ്ടായിരുന്നു. ഹിമ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നടക്കുമ്പം ഇന്ത്യയിലുള്ള പുരുഷന്മാർക്ക് ഇത്ര പ്രശ്നം എന്താണ് എന്ന് ചിരോ പറയുന്നുണ്ട്. ആ ഒരു ഒറ്റ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം. എല്ലാ പുരുഷന്മാരും അങ്ങനെയാണ് എന്നും ചിരോ പറയുന്നില്ല, നമ്മൾക്കും അത് പറയാൻ പറ്റില്ല. ആ കൂട്ടത്തിൽ കുറച്ച് പേർ ഇങ്ങനെ ഉള്ളത് കൊണ്ട് മറ്റുള്ള അത്രയും പുരുഷന്മാർക്കും ആ ഒരു പുരുഷ സമൂഹത്തിന് മുഴുവനായിട്ടാണ് ഈ ഒരു പേര് വരുന്നത്. സംഭവം ഇതാണ്. ചിരോ അമ്പലത്തിൽ പോകുമായിരുന്നു. അപ്പോൾ ചിരോ ഒറ്റയ്ക്കാണ് പോകുന്നത് എന്ന് കണ്ടപ്പോൾ ഈ മൂന്ന് പുരുഷന്മാർ ചിരോയുടെ പുറകിൽ വരികയും ചിരോയെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരിതൊക്കെ ചെയ്യുമ്പോഴും ഇവർ വിചാരിക്കുന്നത് ഇതൊന്നും ചിരോയ്ക്ക് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ബോളിവുഡ് പാട്ടുകളും ഒക്കെയും പാടുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ ചിരോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതുകൂടെ ചിരോ കുറിക്കുന്നുണ്ട്. ഇവരിതൊക്കെ ചെയ്യുന്നതും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് ഹിന്ദി അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്, പക്ഷേ എനിക്ക് ഹിന്ദി അറിയാം. എൻ്റെ രൂപത്തിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരെന്നെ കളിയാക്കുന്നത് എന്നുകൂടി ചിരോ പറയുന്നുണ്ട്. രൂപത്തിലും ഭാവത്തിലും ഒക്കെ വ്യത്യാസമുള്ള ഒരുപാട് പേര് നമ്മളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാം തികഞ്ഞ ആൾക്കാരൊന്നുമല്ല. അപ്പം അത് കളിയാക്കുന്നത് വളരെ മോശം ഒരു ഏർപ്പാടാണ്. അല്ലെങ്കിൽ അങ്ങനെ കളിയാക്കാൻ ആർക്കും ആ ഒരു ഇതില്ല. അപ്പം ചിരോയ്ക്ക് ഈ അനുഭവം നേരിട്ടതുപോലെ നമ്മുടെ കേരളത്തിലും ഒരുപാട് പേർക്ക് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഹിമ പറഞ്ഞതുപോലെ ഒരിടത്ത് ഒറ്റയ്ക്ക് പോയി ഇരിക്കുന്ന സമയത്തൊക്കെ ചിലരുടെ നോട്ടങ്ങളും ഒക്കെ നമ്മളെ വല്ലാതെ പേടിപ്പെടുത്താറുണ്ട്. അതേസമയം ഇതുപോലെ തന്നെയുള്ള പുരുഷന്മാർ നമ്മൾക്ക് സപ്പോർട്ടായിട്ടും അല്ലെങ്കിൽ നമുക്കൊരു തുണയായിട്ടും നിൽക്കുന്ന സിറ്റുവേഷൻസും ഒരുപാട് നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഹിമ, തീർച്ചയായും ആതിര, ശരിക്കും ആ ദൃശ്യങ്ങളിൽ ഞെട്ടിപ്പിച്ചത് ആ പെൺകുട്ടി വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് കണ്ടിട്ടും അവർ വീണ്ടും പിന്നാലെ തന്നെ വരികയാണ്, പരിഹസിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും ഒക്കെ. എന്നാലും കൃത്യമായൊരു നടപടി ആ വിഷയത്തിൽ ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ആ യുവാക്കളെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളും കാണാൻ കഴിയുന്നുണ്ട്.